ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് അറിയാം. നാട്ടിലും കഴിഞ്ഞു. ഇവിടെ അതേപോലെ തന്നെ ഞങ്ങൾ നന്നായി ആഘോഷിച്ചു. നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. ഇനി അപ്പോൾ നമ്മൾ 2025ലേക്ക് കടക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ 2025 ആകും. 2024 നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വർഷമായിരുന്നോ എന്നെനിക്കറിയില്ല. ചിലവർക്ക് നല്ല വർഷമായിട്ടുണ്ടാകും. അതായത് ഫിനാൻഷ്യലി കരിയർ വൈസൊക്കെ നല്ല ഔട്ട് ബ്രേക്കൊക്കെ കിട്ടിയ നല്ല വർഷമായിരിക്കും. ചിലവർക്ക് നേരെ തിരിച്ചായിരുന്നു കാണും. അവർക്ക് അത്ര വേണ്ട വിധത്തിൽ നല്ല ഒരു ഇയർ ആയിട്ടുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്. നമുക്കപ്പം പുതിയൊരു നല്ല വർഷത്തിലേക്ക് കടക്കാം. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു കുറച്ച് ടിപ്സ് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് പുതിയൊരു വർഷം ഒരു നല്ല വർഷമായി തീരാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോഴേ തയ്യാറെടുക്കാം. എല്ലാവരും റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും, നേരത്തെ എടുക്കും 25 അല്ലെങ്കിൽ ഓരോ ഇയർ ഓരോ ന്യൂ ഇയേഴ്സ് വരുമ്പോഴും. പക്ഷേ നമ്മൾ ചിലപ്പോൾ അതൊക്കെ എടുത്താൽ പോലും പാലിക്കപ്പെടാറില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ തീരുമാനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കും. പക്ഷേ അത് പാലിക്കപ്പെടാൻ പറ്റാറില്ല പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന കുറച്ച് പാളിപ്പോകും ചില കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്ക് നടത്താൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കുക, നന്നായി സ്നേഹിക്കുക. അതായത് കാരണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയാൽ നമുക്ക് ചുറ്റുമുള്ളതിനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ചുറ്റുമുള്ളത് മനോഹരമായിട്ട് നമുക്ക് തോന്നും. എല്ലാം വളരെ പോസിറ്റീവായിട്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് തന്നെ നമ്മളെ തിരുത്താൻ പറ്റും. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിപ്പം വർക്കിലായിക്കോട്ടെ, കോളേജ് പഠിക്കുന്നവർക്കായിക്കോട്ടെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ, ആർക്കായിക്കോട്ടെ, ഇപ്പം മാതാപിതാക്കളായിട്ടിരിക്കുന്നവർക്കായിക്കോട്ടെ, ആർക്കായിക്കോട്ടെ, അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എല്ലാവരിലേക്കും സ്പ്രെഡാവും. അപ്പം ഫസ്റ്റായിട്ട് ഇത് വേണ്ടത് സെൽഫായിട്ട് ലവ് ചെയ്യുക. പിന്നെ സെൽഫ് അനാലിസിസ് നല്ലതാണ്. എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്നതിൻ്റെ അത്രയും മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഴപ്പങ്ങളും കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ മാറേണ്ടതും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കരിയറിലാണെങ്കിൽ അത് എവിടെയാണ് നമുക്ക് നമ്മുടെ ഒരു പെർഫോമൻസിൻ്റെ രീതിയിൽ എവിടെയായിരുന്നു നമ്മൾ ലോ ലെവലായിരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തിരുത്താൻ പറ്റേണ്ടത്, ഇതൊക്കെ നമുക്കേ അറിയുള്ളൂ അല്ലേ. മറ്റൊരാൾ പറഞ്ഞു തരുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പോൾ ഒരാൾ അഡ്വൈസ് തരുന്നത് ഒരാൾക്കും അത് കേൾക്കാൻ ഇഷ്ടമല്ല. എനിക്കത് നന്നായിട്ട് അറിയാം. അഡ്വൈസ് എല്ലാവരും പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കും. പക്ഷേ അതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ ഒരു ഈഗോ ആയിരിക്കാം. പക്ഷേ ആർക്കും അഡ്വൈസ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ ഒരാൾ ഇതാണ് നിൻ്റെ കുഴപ്പങ്ങളെന്ന് പറയുന്നത് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ കുറവുകളെ, അതായത് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കുഴപ്പങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി പരിഹരിക്കുകയാണെങ്കിൽ അത് മൂന്നാമതൊരാൾ പറയാനുള്ള അവസരം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ സെൽഫ് അനലൈസിസ് ചെയ്യുന്നതും നല്ല കാര്യമാണ്. പിന്നെ വേണ്ടത് മറ്റുള്ളവരിലുള്ള കുറ്റങ്ങൾ കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക. അതായത് ചില ആളുകൾ അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരെ മുൻവിധിയോടെ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ മാത്രം കണ്ട് നമ്മുടെ മുന്നിലുള്ള ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. എപ്പോഴും തന്നെ അവരുടെ കുഴപ്പങ്ങളായിരിക്കും നമ്മൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി ആദ്യം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. എൻ്റെ കുഴപ്പങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കുറ്റങ്ങളുണ്ട് എന്ന് നമ്മളിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടാൻ നമ്മൾ ശ്രമിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റം പറയാൻ ശ്രമിക്കില്ല. അപ്പോൾ അത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കാനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതാണ് നല്ലത്. കാരണം ഇപ്പോൾ ഇതെല്ലാം ഞാൻ പാലിക്കപ്പെട്ട ഒരാളായിരുന്നില്ല പണ്ട്. പക്ഷേ നമ്മൾ ഓരോ വർഷം കടന്നു പോകുമ്പോൾ നമ്മുടെ അനുഭവങ്ങളായിക്കോട്ടെ, നമ്മൾ വായിക്കുന്ന ബുക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആളുകളുടെ
മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മളത് പ്രാവർത്തികമാക്കി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് എല്ലാവരോടും ഒരു എന്നാ പറയുക, നമുക്ക് എല്ലാവരും ഒരേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ വേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ സെൽഫ് റെസ്പെക്റ്റ്, അതായത് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് അനലൈസിസ് ചെയ്യുക, മറ്റുള്ളവരിലെ കുറ്റങ്ങൾ കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ തന്നെ മാറ്റി വയ്ക്കുക. പ്രത്യേകിച്ച് ഞാനത് സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. കാരണം സ്ത്രീകൾ എപ്പോഴും തന്നെ ബിസി ആയിരിക്കും. ഫുൾ ടൈം ഞാനാണേലും വർക്കിംഗ് വുമണാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരും. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നിനും സമയം കിട്ടാറില്ല. അപ്പം നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹാപ്പി ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ചിലവർക്ക് ചിലപ്പോൾ ഷോപ്പ് ചെയ്യുന്നതായിരിക്കും. ചിലവർക്ക് ചിലപ്പം എന്താ പറയുക, ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കെയർ ചെയ്യുന്നതോ അങ്ങനെയുള്ളതായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ചിലർക്ക് ബുക്ക് വായിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. പണ്ട് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ചെയ്യുന്നവരുണ്ടാകും, ഇല്ലാത്തവരും കാണും. സമയം നമുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കുന്നവരായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്തവർക്കത് മനസ്സിലാകും. അത് എത്രത്തോളം നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മളെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി നമ്മളെ പാമ്പർ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ, യാത്ര ചെയ്യാനാണെങ്കിൽ അത്, ഷോപ്പ് ചെയ്യാനാണെങ്കിൽ അത്, ഈവൻ ഡാൻസ് ചെയ്യാനാണെങ്കിൽ അത്, പിന്നെ പാട്ട് പാടുന്നവർക്കാണെങ്കിൽ അങ്ങനെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്കാണല്ലോ അറിയാവുന്നത്, അത് കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം വരും, ഒരു കോൺഫിഡൻസ് വരും. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ആണായാലും പെണ്ണായാലും, ഞാൻ ജെൻഡർ വൈസ് ഡിഫറൻസ് ചെയ്യുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ആണുങ്ങൾക്കാണേലും ജോലി വേണം, പെൺകുട്ടികൾക്കാണേലും ജോലി വേണം. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി രണ്ട് കൂട്ടരും ഒരു ജോലി കണ്ടുപിടിക്കുക. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അത് മറ്റാർക്കും മനസ്സിലാവില്ല. അത് നമുക്ക് നേടിയെടുക്കുമ്പോൾ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് മനസ്സിലാകുകയുള്ളൂ. ആ പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി വാങ്ങുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കാരണം ഒരു സപ്പോർട്ടാകുമ്പോഴോ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതിനു വേണ്ടി സ്പെഷ്യലി പെൺകുട്ടികൾ ഒരു ചെറിയ ജോലിയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. ഇതുവരെയും ജോലിയൊന്നും കിട്ടാത്തവരായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ശ്രമിക്കാത്തവരായിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ഈ പുതിയ വർഷത്തിൽ അതിനുവേണ്ടി ശ്രമിച്ച് ഒരു ചെറിയ ജോലി ആയിക്കോട്ടെ, അതിന് ഇന്ന ജോലിയെന്നോ ഒന്നുമില്ല. നമുക്ക് ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ രാജ്യത്താണെങ്കിൽ ഏത് ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇന്ന ജോലി ചെയ്യാവൂ, ഇന്ന ജോലിയെ ചെയ്യരുത് എന്നില്ല. അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്ന എന്ത് കാര്യവും ചെയ്യാൻ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് ശ്രമിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്ക്. ഒരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ ടൈം നമുക്ക് പോകുന്നതറിയില്ല, നമ്മൾ ബിസിയാകും, നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറും. പിന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക. വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത് അതാണ്. അതായത് എനിക്കതുണ്ട്, അവൾക്കതില്ല, അവൾക്കതുണ്ട്, എനിക്കതില്ല എന്നുള്ള ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ, അത് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുക. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ വേഗം നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും സങ്കടം വരുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് നിൽക്കുക. എനിക്കത് അത്രയും കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഞാൻ അത്രയും ഉണ്ടാക്കിയെടുത്തല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളെ സമീപിക്കാമെങ്കിൽ
അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് അതുണ്ട്. എനിക്ക് എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയത്? മറ്റുള്ളവരുടെ ലൈഫ് കളർഫുള്ളാണ്. അവർക്ക് വണ്ടിയുണ്ട്, അവർക്ക് വീടുണ്ട്, അവർ യാത്ര ചെയ്യുന്നു, അല്ല അവർക്ക് ആ സാധനങ്ങളുണ്ട്. എനിക്കതില്ലല്ലോ എന്നുള്ള ആ ഒരു ഈഗോ, സങ്കടം. ഈഗോ എന്ന് ഞാൻ അതിനെ പറയുന്നില്ല. പക്ഷേ അതൊരു സങ്കടം മനുഷ്യർക്ക് എല്ലാവർക്കും വരും. മറ്റുള്ളവരുടെ കാണുമ്പോൾ നമുക്കതില്ല ഇല്ല എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ അത് ഇല്ല, എനിക്കതില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് പക്ഷെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് അങ്ങനത്തെ ആ കമ്പാരിസൺ മാറ്റിയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുക. ആ ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മൾ ലൈഫിനെ മുന്നോട്ട് പോകുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ലൈഫ്. അത് ഉറപ്പാണ് ആ കാര്യത്തിൽ. പിന്നെ പാർട്ട്നേഴ്സിന് തമ്മിലുള്ള ഒരു കാര്യം കൂടി പറയുവാണെങ്കിൽ, നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു മാരീഡ് ലൈഫ് അടിപൊളിയായിട്ട് പോകും. അതായത് റിലേഷൻഷിപ്പിൽ വേണ്ട മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ സ്പേസ് കൊടുക്കുക. പിന്നെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ മാരീഡ് ലൈഫ് അടിപൊളിയായിട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനിത് അഡ്വൈസ് ചെയ്തതല്ല, തീർച്ചയായിട്ടും ഇത് അഡ്വൈസ് ചെയ്തതല്ല. എൻ്റെ ലൈഫിൽ ഞാൻ അതായത് ഞാൻ പ്രാവർത്തികമാക്കി എന്നിലുണ്ടായ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ എനിക്കറിയാം പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല, ഇങ്ങനെ പറ്റിയില്ല, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇച്ചിരൂടെ നന്നായേനേയും, എൻ്റെ ഈ ഇയർ അത്ര നല്ലതായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്